നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആദ്യമായി പളനി അമ്പലത്തിൽ വരുന്നവർക്ക് എവിടെയാണ് നമ്മൾ പോയി തല മൊട്ടയടിക്കേണ്ടത്, അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ തല മൊട്ടയടിക്കുന്ന മണ്ഡപം എവിടെയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തല മൊട്ടയടിക്കുന്ന രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒപ്പം നമ്മൾ അവിടെ പോയി തല മൊട്ടയടിച്ച് അന്ന് ഈവനിങ് അമ്പലത്തിൽ കയറുന്ന കാഴ്ചകളും അമ്പലത്തിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കണ്ടറിയാം. റൂം നമുക്ക് കിട്ടിയത് ഈ പളനി ടെമ്പിൾ ആ മലയുടെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ്. അതായത് റൂമിൽ നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പളനി മലയുടെ അവിടെ എത്തും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു റൂം നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ടോ. റൂമുകൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്പലത്തിനോട് അത്യാവശ്യം അടുത്താണെങ്കിൽ വേഗം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഞങ്ങൾ പളനി അമ്പലത്തിൽ വന്നിട്ട് തല മൊട്ടയടിക്കാനാണ് പ്ലാന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരത്തൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് തല മൊട്ടയടിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ വന്ന് കുളിച്ച് വീണ്ടും നമുക്ക് അമ്പലത്തിലേക്ക് വരാനൊക്കെ ആയിട്ട് വലിയ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത റൂം അമ്പലത്തിനോട് ചേർന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു കേട്ടോ. കാണുന്ന ഇതാണ് ദേവസ്വത്തിന്റെ കീഴിലുള്ള മുടി മുറിക്കുന്ന സ്ഥലം കേട്ടോ. ദേവസ്വത്തിന്റെ ഈ മുടി മുറിക്കുന്ന ഈ മണ്ഡപം പളനി മലയുടെ താഴെയായിട്ട് നമ്മൾ 1001 സ്റ്റെപ്പ് കയറുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു വാക്ക് വേ ഇട്ടിട്ടുണ്ട്. അതിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മണ്ഡപത്തിനകത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങിയായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ടോ. പളനി മലയിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നല്ല ഹെവി മഴയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായി. എന്നിട്ട് ഞങ്ങൾ മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആ മുടി മുറിക്കുന്ന അങ്ങോട്ടേക്ക് പോയിട്ടോ. മുടി മുറിക്കുന്നതിൻ്റെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ വന്നിട്ട് ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഫേസ് ഒക്കെ കാണിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഒരു ടോക്കൺ ആട്ടോ തന്നെ. ആ ടോക്കണിനകത്ത് നമ്മുടെ ഫേസും കാണും, നമ്മുടെ മുടി മുറിക്കുന്ന ഡേറ്റും ടൈമും എല്ലാം കാണും കേട്ടോ. നമ്മുടെ മുടിയോട് കൂടിയുള്ള ഫോട്ടോ വെച്ചിട്ട് അതിനകത്ത് ബിഫോറിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോക്കണും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മുടി മുറിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ നമുക്ക് ടോക്കൺ കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് മുടി മുറിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് മുടി മുറിച്ചതിന് ശേഷം ആ പാസ് ഒന്നുകൂടി കാണിച്ച് കഴിയുമ്പോഴത്തേനാണ് അത് ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഇഷുവിൻ്റെ മുടി മുറിക്കണം. അപ്പോൾ ആദ്യമേ ഇഷുവിൻ്റെ മുടി മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മടിയിൽ ഇഷുവിനെ ഇരുത്തിയിട്ട് ഞങ്ങൾ മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇഷു ബേബിൻ്റെ മുടി ഇതേ ഷേവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതേ നമ്മൾ ടോക്കൺ എടുത്ത് കഴിയുമ്പോൾ ടോക്കണിൻ്റെ കൂടെ തന്നെ ടോക്കൺ പ്ലസ് ഒരു ബ്ലേഡും കൂടെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ബ്ലേഡ് വെച്ചിട്ടാണ് മുടി ഷേവ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇഷു ബേബിൻ്റെ മുടി ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷു ബേബി ഒന്നും മിണ്ടാതെ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ഇരുന്ന് ഇപ്പം വേറൊരാൾ ഇങ്ങനെ മുടി മുറിക്കണം എന്താണെന്ന് അറിയത്തില്ല, അനങ്ങിയിട്ടേ ഇല്ല, കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആ മുടി വലിക്കുന്ന ചേട്ടൻ തല എങ്ങോട്ട് തിരിക്കണം അങ്ങോട്ടെല്ലാം തിരിച്ച് അനങ്ങാതെ കണ്ടോ, ഒരു കരച്ചിലൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ. എന്താ തലയും ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാതെ ഷേവ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ അത് ഷേവ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഇഷു ബേബി ഭയങ്കര വഴക്കായിരിക്കും, മുടി മുറിക്കാൻ പറ്റില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ട്രിമ്മും എല്ലാം ചെയ്യാന്നൊക്കെ ഓർത്തായിരുന്നു നമ്മൾ ഇരുന്നത്. പക്ഷെ കരച്ചിലോ ബഹളോ ഒന്നുമില്ലാതെ ഇങ്ങനെ നമ്മളെങ്ങോട്ട് തല തിരിച്ചു വെക്കുന്നോ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇഷുവിൻ്റെ മുടി മുറിക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഇഷുവിൻ്റെ ഇതേ മുടി ഫുള്ള് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
വേഗം തന്നെ കഴിഞ്ഞു. ഇഷ്യൂ ഒട്ടും ബഹളോ കരച്ചിലോ ഒരനക്കം പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഫുള്ള് മുടി ക്ലീനാക്കി ഷേവ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പം നമ്മളിവിടെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷേവ് ചെയ്യുന്ന ആൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ദക്ഷിണയൊക്കെ കൊടുക്കണം കേട്ടോ. അതായത് ഈ മുടി മുറിക്കുന്നത് കംപ്ലീറ്റ് ദിവസത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് അത് ഫ്രീ ആണ്. പ്ലസ് ഇവിടെ കയറി ഈ മുടി മുറിക്കുന്ന ആൾക്ക് മുടി മുറിച്ച് കഴിയുമ്പോൾ ദക്ഷിണയായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അത് ഫീസൊന്നുമല്ല, ദക്ഷിണയായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇഷ്യൂ ബേബീൻ്റെ ദക്ഷിണ കൊടുത്തിട്ട് ഇത് എൻ്റെ തലമുടി ഷേവ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അതും വേഗം തന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, അതും വേഗം തന്നെ തീരും കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് പോലും എടുക്കൂല ഒരാളുടെ തല ഫുള്ള് ഷേവ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ ഫുള്ള് കഴിഞ്ഞു, ക്ലീനാക്കി തന്നു കേട്ടോ. ഫുള്ള് ഒരു തരി പോലും മുടിയില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുള്ളത് ഷേവ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം എൻ്റെ മുടി മുറിച്ച ആക്കും നമ്മൾ ദക്ഷിണ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇഞ്ഞി പോവാട്ടോ. അപ്പോൾ നമ്മളിവിടെ മുടി മുറിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് കുളിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുളിച്ചിട്ട് തലയിൽ ചന്ദനം തേച്ചിട്ടാണ് പളനി അമ്പലത്തിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റൂം ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മുടി മുറിച്ചതിന് ശേഷം റൂമിൽ പോയി കുളിച്ച് ഉടുപ്പൊക്കെ മാറി ചന്ദനം തൂത്തിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഉടുപ്പൊക്കെ മാറിയതിന് ശേഷം പുറത്തിറങ്ങി. അന്നേരത്തെ തന്നെ ഏകദേശം ഒരു 7:30 ആയി കേട്ടോ. ആ ഒരു ടൈമായി പയ്യെ ഇരുട്ടി തുടങ്ങി കേട്ടോ. ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങി. അന്നേരത്തേനാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് തലയിൽ ചന്ദനം തേക്കണം കേട്ടോ. ഇവിടെ ചന്ദനം തലയിൽ തേച്ച് തരുന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഷോപ്പിൽ നിന്ന് കുറച്ച് ചന്ദനം മേടിച്ചിട്ട് കലക്കി തലയിൽ തൂത്താൽ മതി കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. അതായത് തലയിൽ ചന്ദനം തൂത്ത് കയറണം എന്നാണ് പറയുന്നത്. ചന്ദനം തൂക്കാതെ തന്നെ കയറിയെന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് ചന്ദനം മേടിച്ചതിന് ശേഷം എന്റെയും ഇഷു ബേബീന്റെ തലയിൽ തേച്ചു കേട്ടോ. തലയിൽ തേക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ തേച്ച് നല്ല പിടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ ഒരു കവാടം ഉണ്ടല്ലോ, അതാണ് പളനി അമ്പലത്തിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് കേട്ടോ. ആ കവാടത്തിന്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ പളനി മല കയറാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. ആ കവാടത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു എൻട്രൻസ് ആണ് ഇത്, പളനി അമ്പലത്തിലേക്കുള്ളത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ പളനി മല കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ കണ്ട പളനി മല കയറാനുള്ള എൻട്രൻസ് ഇല്ല, അവിടെ വരെയാണ് നമുക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. മൊബൈൽ ഫോണുകളും ചെരുപ്പുകളും, മൊബൈൽ ഫോണുകളോ ചെരുപ്പുകളോ ഒന്നും പളനി മലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതെല്ലാം താഴെ വെച്ചതിന് ശേഷമാണ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം റൂമിൽ വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇതിന് താഴെ ചെരുപ്പും ഫോണും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരുപാട് ക്ലോക്ക് റൂമുകൾ അവൈലബിൾ ആണ്. ദേവസ്വത്തിന്റെ ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഒന്നെങ്കിൽ സേവ് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ റൂമിൽ വെച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നേരെ പളനി മല കയറിയത് കേട്ടോ. അപ്പോൾ പളനി മല കയറിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ പളനി മലയുടെ ടോപ്പിലെത്താനായിട്ട് സാധിക്കും കേട്ടോ. ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1001 സ്റ്റെപ്പ് വഴി നമുക്ക് കയറി പളനി ടെമ്പിളിൽ എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഈ മലയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് 690 സംതിങ് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഈ പളനി മലയിൽ എത്താനായിട്ട് സാധിക്കും. ഈ 690 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ കുറച്ച് സ്റ്റെപ്പ് അല്ലാതെ തന്നെ കുറച്ച് വൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇത് ആനയ്ക്ക് കയറാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പുകൾ ഇരിക്കുന്നത് കേട്ടോ. ആനപ്പാത എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളുടെ എണ്ണം കുറവായിരിക്കും, എന്നാൽ കുറച്ച് ദൂരം കൂടുതലായിരിക്കും കേട്ടോ. അതിലെ വേണേലും നമുക്ക് കയറിയിട്ട് പളനി ടെമ്പിളിൽ എത്താനായിട്ട് സാധിക്കും. 3ാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് കാറുകളുണ്ട്. മലയുടെ തന്നെ വേറൊരു സൈഡിലായിട്ട് റോപ്പ് വേ ഉണ്ട്. ആ റോപ്പ് വേ കൂടെ നമുക്ക് വേണമെങ്കിലും മേളിൽ എത്താനായിട്ട് സാധിക്കും. റോപ്പ് കാറുകൾ അവൈലബിൾ ആണ്. അത് പെർ ഹെഡ് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണം നമുക്ക് അങ്ങനെയും, അതായത് ഒട്ടും കയറാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് റോപ്പ് കാറൊക്കെ യൂസ് ചെയ്തും പളനി മലയുടെ ടോപ്പിലെത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പളനി മലയുടെ മുകളിൽ എത്താനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങൾ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1001 പടിയും കയറിയിട്ടാണ് ഞങ്ങൾ പളനി മലയുടെ ടോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പളനിയിൽ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ഈ ഒരു 1001 സ്റ്റെപ്പ് കയറി തന്നെ മേളിൽ ചെല്ലണം എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് 1001 സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് മുകളിലെത്താം കേട്ടോ. ഈ 1001 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. 1001 സ്റ്റെപ്പ് ഇരിക്കുന്നത് ഏകദേശം 1 കിലോമീറ്റർ സംതിങ് ദൂരമാണ് കേട്ടോ വന്നോളും.
അത്രയും ദൂരത്തിലാണ് ഈ 1001 സ്റ്റെപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 1001 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുത്തനെ തന്നെയുള്ള സ്റ്റെപ്പുകളാണ്. പിന്നെ നമുക്ക് കയറുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം, മടുത്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഏരിയകളും വാഷ്റൂമുകളും ഒക്കെ അവൈലബിൾ ആണ് കയറി പോകുന്ന വഴിക്ക്. അതുകൊണ്ട് അത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർ സ്റ്റെപ്പുകൾ തന്നെ കയറിയിട്ട് മേളിലെത്തി ടെമ്പിളിൽ കയറി മുരുകനെ കണ്ടിറങ്ങാനൊക്കെ ആയിട്ട് നോക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കുതിരവണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ പോലെ തന്നെയാണ് അവിടുത്തെ കുതിരവണ്ടികളും. ഒരുപാട് ആൾക്കാർ ഇവിടെ കുതിരവണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുതിരവണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം എന്ത് സാധനമാണെങ്കിലും ഓട്ടോയാണെങ്കിലും കുതിരവണ്ടി ആണെങ്കിലും ആദ്യമേ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് മേടിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കുറേ പേരിൽ കണ്ടു. അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മളിവിടെ പളനിയിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനാട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.